ഇത് പർപ്പിൾ ഫോറസ്റ്റ് ഗോവ. ഇതൊക്കെ എങ്ങനെ? ഇതൊക്കെ നമുക്കൊരു 200 രൂപയായിട്ട് കൊടുക്കാം. ഇത്രയും വലിയ പ്ലാന്റ്. ഇത് പേര നമ്മുടെ കിലോ പേരൻ്റെ. ഓ, എത്ര രൂപ മുതലുള്ള തൈകളാ? കിലോ പേരൊക്കെ നമുക്ക് പറഞ്ഞാൽ ഒരു 80 രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യും. ഇത് റെയിൻ ഫോറസ്റ്റ് പ്ലം. ഇതൊക്കെ എങ്ങനെ പ്ലംസ് ആണ്. ഇതൊക്കെ നമുക്കൊരു 700 രൂപ കൊടുക്കാം. ഇത് കെൽഡാൻ എന്ന് പറഞ്ഞ ഫ്രൂട്ട്സ് ആണ്. ജാക്ക് ഫ്രൂട്ട് വെറൈറ്റീസ് പെട്ട കെൽഡാൻ എന്ന് പറഞ്ഞ ഒരു ഐറ്റംസ് ആണ്. ഇതിപ്പോ എങ്ങനെ റേറ്റ്? ഇത് ഈ പ്ലാന്റ് വരുന്നത് നമുക്ക് 600 രൂപ. ഇത്ര വലുപ്പമുള്ള പ്ലാന്റ്. ഇത് ജാക്കിലെ ഒരു പുതിയ വെറൈറ്റീസ് ആണ്, കോക്കനട്ട് ജാക്ക്. നമ്മുടെ റിസൾട്ട് ഇവിടെ എത്തിയതാണ്. ഇത് റിസൾട്ടിനെ കുറിച്ചിട്ട് വല്ലാതെ ഒരു അറിവില്ല, പക്ഷെ നമ്മുടെ ഇത് കുഴപ്പമില്ല. ബെഡാണ്, നല്ല ബെഡ് പ്ലാന്റ് ആണ്. ഒരു 250 രൂപക്ക് ഇത് കൊടുക്കാം. അത് സ്വീറ്റ് ഓറഞ്ച് ആണ്, അതിന്റെ വലിയ പ്ലാന്റ്. അത്യാവശ്യം നല്ല ഫ്രൂട്ട് ഉണ്ടല്ലേ? നല്ല ഫ്രൂട്ടോട് കൂടെ ഒരു 10-15 കായ അതിലുണ്ടാവും. ഇതുണ്ടാവും. ഇത് 4 കായുണ്ട് ഇവിടെ, അത് അവിടെ ഒരു 3-4 കായുണ്ട്. അത്യാവശ്യം നല്ല കടവണ്ണുള്ളതല്ല. ഇവിടെ എല്ലാം നല്ല 2 കായ ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ നമുക്ക് 1500 കൊടുക്കാം. ഇത്രയും വലിയ പ്ലാന്റ് കൊടുക്കാം. 1500 കൊടുക്കാം. അപ്പുറത്തെ അവിടെയുണ്ട്. ഇതിന്റെ ഒക്കെ നമ്മൾ പറയുകയാണെങ്കിൽ ചെറിയ പ്ലാന്റ് നമുക്ക് 250 രൂപ കൊടുക്കണ്ടോ. ബഡ്ജറ്റ് കുറച്ച് കുറവാണെങ്കിൽ അതിലും കായുള്ള തന്നെയാണ്. 250 ചെറിയതിൽ കായുള്ളതുണ്ട്. ഇതിപ്പോ വിയറ്റ്നാം സൂപ്പർലിന്റെ വലിയ പ്ലാന്റ് നമ്മുടെ അടുത്തുള്ളതിൽ വലിയ പ്ലാന്റ് ആണ്. ഏറ്റവും വലിയൊരു ഡ്രമ്മിലാണ്. വലിയ ഡ്രമ്മിലായിരിക്കണേ. അപ്പൊ ഈ പ്ലാന്റ് ഒക്കെ നമുക്ക് എത്രയ്ക്ക് കൊടുക്കാൻ പറ്റും? ഈ പ്ലാന്റ് ആകുമ്പോൾ നമുക്ക് ഒരു 9000 രൂപ കൊടുക്കും. ഒരു ഓഫർ റേറ്റിന് കൊടുത്തൂടെ? ഓഫർ റേറ്റ് ആയിട്ട് എന്തെങ്കിലും ചെറുതായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. 9000 ആണ് ഇപ്പൊ നമ്മള് MRP പറഞ്ഞിട്ടുള്ളത്. പിന്നെ ചെറുമട്ടത്തിൽ എന്തെങ്കിലും കുറച്ച് ഇതിലൊക്കെ ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ അതിന്റെ ചെറുതുണ്ട്, അതിന്റെ ചെറിയ സൈസുകളുണ്ട്. ഹാഫ് ഡ്രം ആയിട്ട് നാംഡോക്മായി എത്രയ്ക്ക് കൊടുക്കാൻ പറ്റും? നാംഡോക്മായി നമുക്കൊരു 4000 രൂപ കൊടുക്കാം. പൂത്ത് നിൽക്കുന്നത് കാഴ്ച പ്ലാന്റ്. ഇത് ഹാഫ് ഡ്രമ്മിലാണ്, മറ്റേത് ഫുൾ ഡ്രം ആണ്. ആ കാര്യം ശ്രദ്ധിക്കാം. 4000 രൂപ കൊടുക്കാം. 4000 കൊടുക്കാം. ഡ്രമ്മിൽ സെറ്റ് ചെയ്ത് വെച്ച മാവുകളാണ്. അതില് ഇതിപ്പോ സ്വർണ്ണരേഖയാണ്. സ്വർണ്ണരേഖ പൂത്ത് നിൽക്കുന്നുണ്ട്. ഇതിൽ ഇതൊക്കെ കായ ഉണ്ടായിരുന്ന മാവുകളാട്ടോ. വലിയ മാവ്, അതിന്റെ കടവണ്ണ. ഇതൊക്കെ എങ്ങനെ നമുക്ക്? ഇത് നമുക്ക് 2500 കൊടുക്കാം. 2500 അല്ലേ? ഹാഫ് ഡ്രമ്മില്. പിന്നെ ഇത് വരുന്നത് ക്രിംസൺ റോഡ്. അതും ഹാഫ് ഡ്രമ്മിലാണ്. ഹാഫ് ഡ്രമ്മാണ്. സെയിം റേറ്റ് തന്നെയാണ് വരുന്നത്? അല്ല, അത് കുറച്ച് വില കൂടും. എത്ര വരിക? അതൊരു 4000 രൂപ വരും. 4000 വരില്ലേ? പിന്നെ ഇത് വരുന്നത് കൊളമ്പാണ്, കൊളമ്പ് മാവ്. ഓക്കെ. ഇതും 2500 നമുക്ക് കൊടുക്കാം. 2500 കൊടുക്കാം. ഓക്കെ. പിന്നെ അവിടെ ഇപ്പുറത്തുണ്ട് ഇത് വരുന്നത് കേസരി. വലിയ മാവാണ്, ഒരു 6 അടി 7 അടിയൊക്കെ ഹൈറ്റ് കാണും. കേസരി പറഞ്ഞ മാവ്. അതിന്റെ കടവണ്ണ നല്ല കടവണ്ണുണ്ട്. ഇതൊക്കെ എത്ര? ഇതൊക്കെ അതേ റേറ്റ് നമുക്ക് 2500 കൊടുക്കും. ഓക്കെ. നമ്മുടെ തെങ്ങിൻ തൈകളാണോ ഇവിടെ ഇരിക്കുന്നത്? ഇതെല്ലാം തെങ്ങിൻ തൈകളാണ്. ഏതൊക്കെ വെറൈറ്റീസ് ആണ്? തെങ്ങിൻ തൈകൾ എല്ലാം ഉണ്ട്. കുറ്റ്യാടി ഉണ്ട്, പിന്നെ ഗംഗാബോണ്ടം, മലേഷ്യൻ. എങ്ങനെ റേറ്റ് വരുന്നത്? അത് നമ്മൾ ഈ മലേഷ്യന് ഇതെല്ലാം നമ്മൾ കൊടുക്കുന്നത് 100 രൂപക്കാണ്. ഈ ആയിട്ടുള്ള തൈ. ഓക്കെ ഓക്കെ. ഗംഗാബോണ്ടം ഗംഗാബോണ്ടാണെന്നുണ്ടെങ്കിൽ 250 രൂപ. ഗംഗാബോണ്ടം ഹേ ആയിട്ടുള്ള ഗംഗാബോണ്ടം 250 രൂപ. ഇനിയിപ്പോ ഇതല്ലാതെ വേറെ ഏതെങ്കിലും ഒരു പ്ലാന്റ് ഡ്രമ്മിൽ സെറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ചെയ്ത് കൊടുക്കും. നമുക്ക് ആ കസ്റ്റമറുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്ത് കൊടുക്കാം. കസ്റ്റമറുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്ത് കൊടുക്കാം. അത് പ്ലാവ് മാവ് മാത്രമല്ല, ഏത് പ്ലാന്റ് ഇവിടുന്ന് സെറ്റ് ചെയ്ത് കൊടുക്കും. എല്ലാ പ്ലാന്റും സെറ്റ് ചെയ്ത് കൊടുക്കും. ഓക്കെ. ഇവിടെ ഏതാ വെറൈറ്റി ഇരിക്കുന്നത്? ഇതിപ്പോ നമ്മള് ബ്ലാക്ക് മാംഗോ അല്ലേ? ഇത് നമ്മളവിടെ റിസൾട്ട് എത്തിയത്. ഈ ബ്ലാക്ക് മാംഗോ നമ്മളവിടെ കായ്ച്ചിട്ടില്ല കേട്ടോ. നമ്മൾ കായ്ച്ചത് ഞാൻ കണ്ടിട്ടില്ല എവിടെ. പക്ഷെ ഇത് കായ്ക്കുന്നുണ്ടെന്നാ പറയുന്നത്. കസ്തൂരി ബ്ലാക്ക്. പിന്നെ നമ്മളൊരു നേഴ്സറി നടത്തുന്നതുകൊണ്ട് ഇതെന്തായാലും ഇതുണ്ട്. ഇതിന്റെ വലിയ സൈസും ഉണ്ട്. ഇത് കച്ചാമീട്ട എന്ന് പറഞ്ഞ മാങ്ങയാണ്. പച്ചയിൽ മധുരം ഉള്ള മാങ്ങ. ഇതും നമ്മളൊരു ഹാഫ് ഡ്രമ്മിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതൊക്കെ എങ്ങനെ റേറ്റ് വരുന്നത്? ഇതൊക്കെ നമുക്കൊരു 3000 രൂപ കൊടുക്കാം. ഈ ഒരു മാങ്ങയോട് കൂടി? ഒരു മാങ്ങയോട് കൂടെ. പിന്നെ അതുപോലെ തന്നെ മാങ്ങ തായ് വസ്ത്ര. അത്യാവശ്യം അടിപൊളി ഒരു പ്ലാന്റ് കേട്ടോ. ഹാഫ് ഡ്രമ്മിൽ തന്നെ. അത് എത്രയ്ക്കാ? അത് നമുക്കത് 3000 രൂപ കൊടുക്കും. ഇത് നമുക്ക് കോട്ടൂർകോണം തന്നെ മാവാണ്. കോട്ടൂർകോണം അതായത് തിരുവനന്തപുരത്തിന്റെ ഒരു നാടൻ മാവാണിത്. അതിന്റെ കടവണ്ണ നോക്കാം. അത്രയും വലിയ മാവാണ്ടോ. അടിപൊളി കേട്ടോ. വലിയ പ്ലാന്റ് ആണ്. അത്യാവശ്യം നല്ല കടവണ്ണുണ്ട്. അത്യാവശ്യം നല്ലൊരു 6 വർഷമൊക്കെ പഴക്കമുള്ള പ്ലാന്റ് ആണ്. ഇതൊക്കെ എത്രയ്ക്കാ? അതൊരു 5000 രൂപ കൊടുക്കും. ഇത് വൈറ്റ് ലോഗൻ. അതുപോലെ വൈറ്റ് ലോഗൻ കാഴ്ച പ്ലാന്റ് ആണ്.
അത്യാവശ്യം നല്ല അടിപൊളി വലിപ്പമുള്ള പ്ലാന്റ്. വലിയ പ്ലാന്റ്. അതിന്റെ കടവണ്ണെല്ലാം നോക്കിക്കോ, ഇത്രയും വലിയ പ്ലാന്റ് ആണ്. അത് ഡ്രമ്മിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതൊക്കെ എങ്ങനെ കൊടുക്കാൻ പറ്റുക? ഇത് നമുക്കൊരു 5000 രൂപ കൊടുക്കാം. ഈ ഒരു ഐറ്റുള്ള പ്ലാന്റ് അത്ര. ഇതെല്ലാം ഇപ്പൊ ഇന്നലെ പുതിയ സ്റ്റോക്ക് വന്നിട്ടുള്ള പ്ലാന്റുകളാണ്. ഏതൊക്കെയുണ്ട്? ഇതിലെല്ലാ വെറൈറ്റീസ് ഉണ്ട്. മാവിന്റെ എല്ലാ വെറൈറ്റീസും ഉണ്ട്. നല്ല അടിപൊളി വലിപ്പമുള്ള നല്ല വലിയ പ്ലാന്റുകളാണ്. വലിയ പ്ലാന്റുകളാണോ? ഒരു നല്ല കടവണ്ണ, നല്ല കവർ സൈസ്, വലിയ കവർ സൈസ് ഉള്ള എല്ലാം പൂത്തിട്ടുണ്ട്. ചിലതെല്ലാം ഇതാ കാലാപാടിയാണ് ഈ പൂത്തിരിക്കുന്നത്. കാലാപാടി കാലാപാടിയെല്ലാം നമുക്കൊരു 700 രൂപ കൊടുക്കാം. ഇത്ര ആയിട്ടുള്ള പൂവോട് കൂടെ നമുക്ക് കൊടുക്കാം. അതുപോലെ കുളമ്പ് നോക്ക്, കുളമ്പിന്റെ കടവണ്ണ നോക്കാം. ഇത്രയും വലിയ പ്ലാന്റ്. അതൊക്കെ കുളമ്പാട്ടോ, കുളമ്പ് മാവ്. ഇതൊക്കെ എങ്ങനെ കൊടുക്കാൻ പറ്റുക? ഇതെല്ലാം നമുക്ക് അതേ ആ റേറ്റിൽ തന്നെ കൊടുക്കാം. സെയിം റേറ്റ്. ഇത് പുതിയ തെങ്ങ് തൈ വന്ന? പുതിയ തെങ്ങ് തൈ വന്ന. ഇതിപ്പോ ഏതായിരുന്നു? ഇതെല്ലാം മലേഷ്യൻ കുള്ളനാണ്. മലേഷ്യൻ കുള്ളനാണ് വരുന്നല്ലേ. ഇവിടെയും ഡ്രമ്മിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഡ്രമ്മിൽ സെറ്റ് ചെയ്ത് ഇഷ്ടംപോലെ ഉണ്ട്. ഇതാ വലിയ വലിയ പ്ലാന്റുകൾ, വലിയ പ്ലാന്റുകൾ, നല്ല കാലപ്പഴക്കമുള്ള പ്ലാന്റുകളാണ് ഇവിടെയൊക്കെ നിൽക്കുന്നത്. ഇത് പിന്നെ തെങ്ങ് സണ്ണങ്കി കുള്ളൻ. കവറിൽ വെച്ചാണ്, അപ്പൊ എടുത്തോണ്ടാവാൻ സൗകര്യമാണല്ലോ. കവറിൽ വെച്ചിരിക്കുകയാണ്. ഓക്കെ, ഇതെങ്ങനെ നമുക്ക്? ഇത് 30 കവറിലുള്ളത്. ഇത് നമുക്ക് 2000 രൂപ കൊടുക്കാം. ഇത് നമുക്ക് മണ്ണിലേക്ക് വെച്ച എത്ര സമയം കൊണ്ട് റിസൾട്ട്? ഇതെല്ലാം നമുക്ക് മണ്ണിലേക്ക് വെച്ച് കഴിഞ്ഞാൽ 2 വർഷം കൊണ്ട് റിസൾട്ട്. പ്ലാവുകൾ വിയറ്റ്നാം സൂപ്പറിന്റെ വലിയ പ്ലാവുകൾ, വലിയ പ്ലാന്റുകള് 21 കവർ, വലിയ കവർ. അതൊക്കെ 600 രൂപ കൊടുക്കാം. ഈ ഒരു ഹൈറ്റുള്ള. ഓക്കെ, ഇത് കവുങ്ങും തൈകളാണോ? കവുങ്ങും തൈ. ഏതൊക്കെയാണ് കവുങ്ങും തൈ? ഇതെല്ലാം മോഹിത് നഗർ. ഇതണ്ട, നല്ല കടവണ്ണത്തോട് കൂടെയുള്ള മോഹിത് നഗർ. ഇതൊക്കെ എങ്ങനെ കൊടുക്കാം? ഇതെല്ലാം 30 രൂപ കൊടുക്കാം. 30 രൂപ കൊടുക്കല്ലേ? കുള്ളം കവുങ്ങ്, കാസർഗോഡനാണത്. തൊട്ട് വലുത്. തൊട്ട് വലുത്. ഇത് കഴിഞ്ഞ വർഷത്താണ്, ഒരു വർഷം പഴക്കമുള്ളത്. ഇതെങ്ങനെ കൊടുക്കാം? ഇത് 35 രൂപ കൊടുക്കും. 35. 5 രൂപ കൂടുന്നുള്ളൂ. 5 രൂപ കൂടുന്നു. ഇതിന് ഇഷ്ടം പോലെ കളക്ഷൻ നമ്മളെ കയ്യിലുണ്ട്. ഇഷ്ടം പോലെ ഉണ്ട്. എല്ലാ ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ ഇവിടെ. ഇത് നമുക്ക് ഹോൾസെയിൽ ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ ഒന്നുകൂടി റേറ്റ് കുറയില്ല. ഹോൾസെയിൽ ആണെങ്കിൽ ഒന്നുകൂടി കുറക്കാം. ഒരു 30 രൂപ കൊടുക്കാം നമുക്ക്. 35 നമുക്ക് ഒരു 30 ലാസ്റ്റ് അടിക്കാം. അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട്. അപ്പോൾ തോട്ടൊക്കെ സെറ്റ് ചെയ്യണവർക്കുണ്ടെങ്കിൽ ഈ ഒരു ഡിസ്പ്ലേയിൽ കാണുന്ന നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യാം കേട്ടോ. ഇതിപ്പോ അങ്ങനെ കൊടുക്കാന്നുണ്ടെങ്കിൽ തോട്ടം സെറ്റ് ചെയ്യുന്ന ആളുകൾക്ക് തോട്ടം വേണമെങ്കിൽ സെറ്റ് ചെയ്ത് കൊടുക്കും. നമ്മൾ തന്നെ സെറ്റ് ചെയ്യും. അപ്പൊ അതിന് വേറെ അതിനൊന്നും ആളെ തരേണ്ട ആവശ്യമില്ല. A to Z കാര്യങ്ങൾ എല്ലാം നമ്മൾ ചെയ്യും. വളം ചെയ്ത് കൊടുത്ത് വളർത്ത് അതിന്റെ ക്രമരീതിയിൽ നമ്മൾ ചെയ്ത് കൊടുക്കും. വലിയ പ്ലാന്റുകള്, മാവിന്റെ വലിയ പ്ലാന്റ് ഫുൾ ഡ്രമ്മിലാണ്. ഫുൾ ഡ്രമ്മില്. ഇതൊക്കെ എങ്ങനെ കൊടുക്കാൻ പറ്റുക? ഇത് ഈ ഡ്രമ്മോട് കൂടെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ 5000 രൂപ കൊടുക്കാം. അത്രയും വലിയ മാവ്. മാവിന്റെ സൈസ് കണ്ടോ? അതിന്റെ കടവണ്ണം കണ്ടോ? എന്നുണ്ടോ? സത്യം പറഞ്ഞാൽ തെങ്ങിനോളം എത്തിക്കണം. ഇതിന്റെ കടവണ്ണം നോക്കാം. അത്രയും കടവണ്ണാണ്. നല്ല സൂപ്പർ മാവാണ് അതൊക്കെ. ഇവിടെ ഒരുപാട് ഇത് ഇഷ്ടം പോലെ മാവുകളുണ്ട്. ഇത് അവിടെ വരെ കിടക്കുന്നുണ്ട്. ഇതെല്ലാം ഇത് വരുന്നത് ചന്ദ്രക്കാരനാണ്. ചന്ദ്രക്കാരൻ വലിയ മാവ്. ഇത് വരുന്നത് കാലാപ്പാടി. എല്ലാ വെറൈറ്റീസും ഉണ്ട്. സേലുണ്ട്, സേലമാവുണ്ട് അവിടെ. അത് ചന്ദനം എന്ന് പറഞ്ഞ മാവാണ്. ഒരുപാട് മാവ് ഡ്രമ്മിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. ഇത് നീലമാവാണ്. നീലനല്ലേ? സെയിം റേറ്റ് ആണ്. ഇത് ചന്ദനം. ഇതെല്ലാ റേറ്റിന്റെ വരുന്നത്. ഇത് സേലം. എല്ലാം ഡ്രമ്മിൽ ഇതേപോലെ സെറ്റാക്കി വളവും കാര്യങ്ങളും ചെയ്താ വെച്ചിരിക്കുന്നത്. എല്ലാം കായ്ച്ചിരുന്ന മാവുകളാട്ടോ. ഇതെല്ലാം കായ്ച്ചിരുന്ന മാവ്. പുതുതായിട്ട് പൂത്ത് വരുന്നുണ്ട്. ഇതെല്ലാം കായുണ്ടായിരുന്ന മാവ്. എത്ര ഹൈറ്റ് നോക്ക്. അത്രയും ഹൈറ്റിലുള്ള മാവുകളാണ്. ഇത് നമ്മളെ മൂട്ടിപ്പഴം എന്ന് പറഞ്ഞ ഫ്രൂട്ട്സ് ആണ്. മൂട്ടിപ്പഴം. ഇത് നമുക്ക് ശരിക്ക് തണൽമരൊക്കെ ആയിട്ട് ഉപയോഗിക്കാനും പറ്റും. ഫ്രൂട്ട്സും ഉണ്ടാവും. അതായത് മൂട്ടിപ്പഴം. മൂട്ടിലിങ്ങനെ ഒന്നിച്ചിങ്ങനെ കൊലകൊലയായിട്ട് കിടക്കുന്ന ചുവന്ന കളറ് ഉള്ള ഫ്രൂട്ട് അല്ല. അതിന്റെ വലിയ പ്ലാന്റ് ആണ്. ഇതൊക്കെ 7 അടി 8 അടിയൊക്കെ ഹൈറ്റ് ഉണ്ടല്ലോ. കൊടുക്കാൻ പറ്റുക? ഇതെല്ലാം നമുക്കൊരു 800 രൂപ കൊടുക്കാം. ഈ ഒരു ഹൈറ്റ് ഇത്ര ഹൈറ്റ് ഉള്ള ഇത്രയും വലിയ പ്ലാന്റ്. ഇത് നമ്മള് ഇലഞ്ഞി പൂവില്ലേ? ഇലഞ്ഞി മരാണ്. ഇലഞ്ഞി നമ്മള് പിന്നെ തണൽ മരത്തിനൊക്കെ കൊടുക്കാം. ഇത് തണലായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ. ഇതെല്ലാം നമുക്കൊരു 400 രൂപ. ഇത്രയും വലിയ പ്ലാന്റ് കൊടുക്കും. ഇത്രയും വലിയ പ്ലാന്റ്. ഇതെല്ലാം ഇപ്പൊ നമ്മളെ ഇന്ത്യയിലേറെ ഹൈറ്റ് ആണത്. കണ്ടോ? ഇത് അൽഫോൺസ മാവാണ്. അൽഫോൺസ വലിയ മാവ്. ഇത്രയും ഹൈറ്റ് ഉണ്ട്. ഇത് അത്രയും വലുപ്പമുള്ള മാവ്. ഇതൊക്കെ നമുക്കൊരു 1000 രൂപ കൊടുക്കാം. 1000 രൂപ കൊടുക്കാം. ഇത്രയും വലിയ പ്ലാന്റ് കൊടുക്കാം. അതൊക്കെ ഇഷ്ടം പോലെ വേണമെങ്കിൽ കിട്ടും. നമുക്ക് റിസൾട്ട് ഇവിടെ കിട്ടിയതല്ലേ? റിസൾട്ട് കിട്ടിയല്ലേ? അൽഫോൺസ അല്ലേ? അൽഫോൺസ മാവാണ്. അതേ വലുപ്പത്തിലുള്ള ബംഗനാപ്പള്ളി ഉണ്ട്. അതൊക്കെ ആ റേറ്റിൽ നമുക്ക്. ഇതിപ്പോ നമ്മുടെ വിയറ്റ്നാം സൂപ്പർ എയറിൽ ചക്ക ഉള്ള പ്ലാവ്. ഇത്രയും വലുപ്പമുള്ള പ്ലാവാണ്. ഇത് നമുക്ക് എത്രയ്ക്ക് കൊടുക്കാൻ പറ്റും? ഇത് നമുക്കൊരു 650 രൂപ കൊടുക്കാം. നമ്മളെ വീടിന്റെ സ്പെഷ്യൽ ഓഫർ ആയിട്ട് കൊടുക്കാം. വീടിന്റെ സ്പെഷ്യൽ ആയിട്ട് കൊടുക്കാം. ഓക്കെ. അത്യാവശ്യം പ്ലാന്റുകൾ ഉണ്ട്. ഉണ്ടെന്നുണ്ടോ? ഇതെല്ലാം ഉണ്ട്. ചക്ക ഉണ്ട് എന്നല്ല, എല്ലാത്തിനും ചക്കല്ല. ചക്ക 1-2 പ്ലാന്റമേ ഉണ്ടാവുള്ളൂ. അത് ആദ്യം വന്നവർക്ക് കിട്ടും. അതെ. ഇതെല്ലാം തന്നെയാണ്. ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. അതിന്റെ അകത്തുണ്ട്.
പിന്നെ അവിടെ അപ്പർ ബാക്കിലുണ്ട്, പുറകിലുണ്ട്, ഇതാ ഇവിടെ ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. ചെറീസ് വിഭാഗത്തിൽപ്പെട്ട ഐറ്റംസ് ആണ്. റിയോ ഗാർഡ്. ഈ വെറൈറ്റി എങ്ങനെ? ഇതിന് വരുന്ന നമുക്ക് കുറച്ച് വില വരുന്നുണ്ട്, ഒരു 700 രൂപ വരുന്നുണ്ട്. നമ്മുടെ കാലാവസ്ഥയ്ക്ക് ഓക്കെയാണത്? അത് കാലാവസ്ഥക്ക് ഓക്കെ, നമ്മുടെ കാലാവസ്ഥക്ക് ഓക്കെയാണ്. ഇത് പുലാസാന്റെ വലിയ ബ്രാൻഡ്, അത്യാവശ്യം ഒരാളെ ഹൈറ്റ് ഉണ്ട്. ഇതെങ്ങനെ കൊടുക്കണേ? ഇത് നമുക്കൊരു 1500 കൊടുക്കാം. ഈ പുലാസാന്റെ തൈകൾ എത്ര റേറ്റ് മുതലുള്ളത്? പുലാസാന്റെ തൈകൾ നമുക്കൊരു 600 രൂപ മുതലുണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. കോട്ടയം പെട്ടാണ് വരുന്നത്? ഹോങ്ക്രോങ്ങിന്റെ ആണ്, ഒറിജിനൽ ഹോങ്ക്രോങ്ങിന്റെ സാധനം ഉണ്ടല്ലേ? ഇതെത്ര? 600 രൂപ. P50 പറഞ്ഞ വെറൈറ്റി. P50 ആണ് അതിന്റെ വലുതും ഉണ്ട്. ഏറ്റവും വലുതാണ്. ഏറ്റവും വലുത് എത്ര പറഞ്ഞേ? 1500. ഇത് ദുരിയാനാണ്. ഒരുപാട് ഔഷധ ഗുണമുള്ള ഒരു ഫ്രൂട്ടും കൂടിയാണിത്. അതെ. ഇത് ഹോങ്ക്രോങ്ങിന്റെ ഒറിജിനൽ മോണ്ടോങ് എന്ന് പറഞ്ഞ വെറൈറ്റീസ് ആണ്. യെല്ലോ ആണ് ഉള്ളിൽ വരുന്നത്. ഇതെങ്ങനെ റേറ്റ്? ഇത് നമുക്കൊരു 1300 കൊടുക്കാം. 1300 ലാസ്റ്റ് കൊടുക്കാം. ഹോങ്ക്രോങ്ങിന്റെ കേട്ടോ, സാധല്ല. ഇതും ദുരിയൻ തന്നെയാണ്. ദുരിയന്റെ വലിയ ബ്രാൻഡ് ആണിത്. മോണ്ടോങ് 2. ഇത് എത്ര റേറ്റ് തന്നെ? ഇതിപ്പോ 2500 വരും. 2500. ഇത് റിസൾട്ട് നമുക്ക് ഇത് നല്ല റിസൾട്ട് ആണ്. എത്ര വർഷം കൊണ്ട് നമുക്ക് ഈ പ്ലാന്റ് ഇപ്പൊ നമുക്കൊരു 2 വർഷം കൊണ്ട് കായ്ക്കും റിസൾട്ട് പ്രതീക്ഷിക്കാം? അതിന് മുമ്പേ ആവും, 2 വർഷം നമ്മൾ പറയാം.